ചിലപ്പോൾ ഒരു കേസിൽ പിടിച്ചാൽ ആ കുട്ടീനെ സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, എല്ലാവരുടെ ഇടയിൽ വെച്ചിട്ട് ചോദ്യം ചെയ്യലും, ഇതൊക്കെ ശരിക്ക് വളരെ നമ്മൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് റൂമുകൾ എന്നും ഒരേ രൂപത്തിലും ഭാവത്തിലും രീതിയിലും മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ വളരെയേറെയാണ്. അപ്പോൾ മനഃപൂർവ്വം ചില സമയങ്ങളൊക്കെ പുസ്തകം എടുക്കടാ പഠിക്കടാ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നതിന് പകരം നമ്മൾ ഈ സൈക്കോളജി ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും സാധിക്കില്ല. പാഠം തീർക്കുന്ന വിഷയങ്ങൾ, സ്കൂളിലെ മറ്റു ഡ്യൂട്ടികൾ, കാര്യങ്ങൾ, ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്, ഒരു റിയലാണ്. പക്ഷേ ചില സമയങ്ങൾ ബോധപൂർവം നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. നമ്മൾ പലപ്പോഴും കുട്ടികളെ ചീത്ത പറയാനും ശാസിക്കുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ ആക്ഷേപിക്കുവാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. ഈവൻ നമ്മളെ ചില അധ്യാപകരൊക്കെ നമുക്കറിയാം, ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് ഒരു കുട്ടീനെ പിടിച്ചു കഴിഞ്ഞാൽ മറ്റു അധ്യാപകരുടെ മുമ്പിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ കുട്ടികളെ നമ്മൾ പറയും, ഓൻ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി കുറ്റപ്പെടുത്തും. ഒരു പക്ഷേ അവൻ്റെ ഭാഗത്തു നിന്ന് അറിയാതെ സംഭവിച്ചതോ തെറ്റിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ചെയ്തതൊക്കെ ആയിരിക്കാം. എന്നിട്ട് പോലും അതൊന്നും പരിഗണിക്കാതെ ഇത് ഞാനാണ് പിടിച്ചത് എന്നുള്ള ആ ഒരു ഇത് വരുത്തി തീർക്കാൻ വേണ്ടി അവനെ ഭയങ്കര കുറ്റക്കാരനായിട്ട് ചിത്രീകരിക്കും. ഇത് പലപ്പോഴും നമ്മൾ കാണുന്നൊരു സംഭവമാണ്. ചിലപ്പോൾ ഒരു കേസിൽ പിടിച്ചാൽ ആ കുട്ടീനെ സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, എല്ലാവരുടെ ഇടയിൽ വെച്ചിട്ട് ചോദ്യം ചെയ്യലും, ഇതൊക്കെ ശരിക്ക് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു സംഗതിയാണ്. നമുക്ക് അതിൻ്റെ ഒരു പ്രതികരണമായിട്ട് കുട്ടികളുടെ ഭാഗത്തു നിന്ന് അടുത്ത ദിവസങ്ങളിൽ കാണാൻ കഴിയാം. അതൊരു സത്യമാണ്, ശരിക്കും മാറ്റങ്ങൾ ഉണ്ടാക്കില്ല, മറിച്ച് പ്രതികാര മനോഭാവം ഉണ്ടാകും. അതെ, തീർച്ചയായും. പ്രത്യേകിച്ച് തിരിച്ചറിവില്ലാത്ത ഒരു പ്രായത്തിൽ അവർക്ക് അവിവേകങ്ങൾ ചെയ്യാനുള്ള ഒരു വഴിയൊരുക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ചില സമയങ്ങളിലൊക്കെ കുട്ടികളെ ഉപദേശിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അറബിക് ക്ലാസ്സിലായതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയുന്ന കുട്ടികൾക്ക് ഇഷ്ടമാണ്. നമ്മളെ വിശ്വാസം മാത്രമല്ല, നമ്മളൊരിക്കലും അവർ ഉപദേശിക്കുകയാണെന്നുള്ള ഫീൽ ഉണ്ടാക്കുന്ന രൂപത്തിലല്ല അവരോട് സംസാരിക്കുക. ചില അനുഭവങ്ങളും ചില പത്രവാർത്തകളും ഒക്കെ മുമ്പിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ അവരോട് സംസാരിക്കാറുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഉണ്ടായൊരു അനുഭവമാണ് എനിക്കിന്ന് പങ്കുവെക്കാനുള്ളത്. എന്നുവെച്ചാൽ ഞാൻ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലെ ഒരു ക്ലാസ്സിൽ ഒരു 3-4 കുട്ടികൾക്ക് മാതാപിതാക്കളില്ലാത്തവരുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ ചില കുട്ടികളൊക്കെ ഓർത്ത് വെക്കാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ പഠിക്കാൻ വളരെ എന്താ പറയുക, കഴിവ് കുറവായിരിക്കും, പക്ഷെ നല്ല സംസാരിക്കാനൊക്കെ കഴിവുള്ള കുട്ടികളുണ്ടാവും. ചിലപ്പോൾ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കും, അവരൊന്നും മിണ്ടൂല, സൈലൻ്റ് ആയിരിക്കും, പക്ഷെ നല്ല മാർക്ക് ഉണ്ടാവും. പിന്നെ ചില ആൾക്കാരുണ്ട്, അവരെപ്പോഴും അവരെങ്ങനെ അവർക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അവരിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ പഠിക്കേണ്ട വിഷയത്തിൽ ചിലപ്പോൾ വളരെ ബാക്കിലായിരിക്കും. ചില ആൾക്കാരുണ്ട്, വീട്ടിലത്തെ കാര്യങ്ങൾ വരെ നമ്മളോട് പേഴ്സണലായിട്ട് സംസാരിക്കും, നമ്മളെ കുടുംബകാര്യങ്ങൾ, ക്ലാസ്സിൻ്റെ പുറത്തിട്ടോ, അങ്ങനെ നമ്മളോട് പല രൂപത്തിലും ബന്ധങ്ങൾ പുലർത്തുന്ന കുട്ടികളുണ്ടാവും. ചില ആൾക്കാർ നല്ല സംശയം ചോദിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സംശയം ഒന്നും ആരും ചോദിക്കില്ല കേട്ടോ, അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. ഏതായിരുന്നാലും ഞാനിങ്ങനെ ഈ കുട്ടികളായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഇന്നലെ സംസാരിച്ചൊരു വിഷയം ഉണ്ടായിരുന്നു. എനിക്കറിയാം, ചില കുട്ടികളെ നമ്മൾ ക്ലാസ്സിൽ ആബ്സെൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. അന്ന് അവർ വന്നിട്ടില്ല എന്നുള്ള ഒറ്റയടിക്ക് ക്ലാസ്സിൽ കയറി ചെന്ന് ഇങ്ങനെ 2 മിനിറ്റ് ഞാൻ ക്ലാസ്സിൽ കയറി ചെന്നാൽ ആദ്യം ഈ സലാം പറഞ്ഞിട്ട് എന്ത് ചെയ്യും, കുട്ടികളുടെ ഇടയിലൂടെ ഒന്ന് ഇങ്ങനെ നടക്കും. അപ്പോൾ തന്നെ അവർ സൈലൻ്റ് ആവും. നമ്മൾ മിണ്ടായിരിക്കട്ടെന്ന് പറയേണ്ട കാര്യമില്ല, നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറങ്ങിങ്ങാണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേനൊക്കെ സൈലൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഇന്ന ആളുകൾ ഇന്നില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ട ചില കാര്യം. അപ്പോൾ ഇന്നലെ ഒരു പെൺകുട്ടി, അവൾ ഇന്നലെ ക്ലാസ് വന്നിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ഈ കുട്ടികളോട് എപ്പോഴും ഇങ്ങനെ നിങ്ങൾ അങ്ങനെ ആവണം എന്ന് പറയുന്നതിന് പകരം അവരുടെ ചില ഇമോഷനുകളെ നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ അതിന് ഒരു വില ഉണ്ടാവും. അപ്പോൾ ഇന്നലെ ഒരു കുട്ടി, അവളുടെ വാപ്പിയും ഉമ്മയും 1ാം ക്ലാസ് പഠിക്കുമ്പോൾ ഉമ്മയും മരിച്ചു, 4ാം ക്ലാസ് പഠിക്കുമ്പോൾ വാപ്പിയും മരിച്ച ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടി ഇന്നലെ അവിടെ വന്നിട്ടില്ല. അതേപോലെ തന്നെ വേറൊരു കുട്ടി, അവൻ്റെ വാപ്പ 32ാമത്തെ വയസ്സിൽ 32ാമത്തെ വയസ്സിൽ വാപ്പ മരിച്ചിട്ടുണ്ടായിരുന്നു, വാപ്പാൻ്റെ 32ാമത്തെ വയസ്സിൽ. പിന്നെ അതുപോലെ ഒരു പയ്യനുണ്ട്, അവനും വാപ്പ മരിച്ച കുട്ടിയാണ്, 4ാം ക്ലാസ് പഠിക്കുമ്പോൾ. അപ്പോൾ ഈ കുട്ടികൾ 9ലാണ്. അപ്പോൾ ഞാനിങ്ങനെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മാതാപിതാക്കളെ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ചില കുട്ടികളൊക്കെ ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ കരയാൻ മീൻസ് അവരിങ്ങനെ ആരും അറിയരുത് കാണരുത് എന്നുള്ള രൂപത്തിലാണ് കരയുന്നത്. അപ്പോൾ എനിക്ക് വാപ്പ ഇല്ല ഒരു കുട്ടീൻ്റെ വാപ്പ മരിച്ചത് എനിക്കറിയില്ല, പക്ഷെ അവനായിട്ട് അറിയാം, എനിക്കറിയാം. പക്ഷേ
അപ്പോൾ ആ കുട്ടിക്ക് ഇങ്ങനെ ഭയങ്കര ഒരു ഇത്. അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു, ചില സംഗതികൾക്ക് ഉണ്ടാകുമ്പോഴേ നമുക്ക് അതിൻ്റെ വില അറിയുള്ളൂ. ബാക്കിയുള്ളവർ ഉദ്ദേശിച്ച് പറഞ്ഞു തന്നെയാണ്. ഓനിക്കത് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഓനിങ്ങനെ ആലോചിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞു, ചെറുപ്പത്തിലെ ചില കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ നമുക്ക് ചെയ്തു തന്ന ചില കാര്യങ്ങളെക്കുറിച്ചും. പക്ഷെ ഇന്ന് നമ്മൾ അവരോട് ഇത്രയൊക്കെ വലുതായി എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ അവരോട് എതിർത്ത് പറയണതും, എന്നാൽ നമ്മൾ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ, നമുക്കിനി എത്ര പഠിക്കാനുണ്ട്, ജോലി നേടണം, ജീവിതത്തിൽ എന്തൊക്കെ കടമ്പകളുണ്ട്. പക്ഷെ എന്നിട്ട് പോലും നമ്മൾ വലുതായി എന്നുള്ള ഒരു തോന്നൽ കാരണം നമ്മൾ അവരോടൊക്കെ ഇങ്ങനെ എതിർത്തിട്ട് സംസാരിക്കാനും ഇതിനൊക്കെ നിൽക്കുന്ന. അപ്പം എനിക്ക് മനസ്സിലായൊരു വിഷയം അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ എപ്പോഴും ശാസിക്കാനും ചീത്ത പറയാനും മാത്രം സമയം ചെലവഴിക്കുന്നതിന് പകരം അവരും മനുഷ്യരാണ്, ഒരു മനസ്സുണ്ട്, ആ മനസ്സിൽ സങ്കടങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അതിലെ ചില സംഗതികളെ ഒന്ന് തൊട്ടുണർത്തി കഴിഞ്ഞാൽ അവർക്കൊരു ബോധ്യം ഉണ്ടാവും. ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പഠനത്തിന് പിന്നോട്ടുള്ളൊരു ക്ലാസ്സാണ്. ചില ഡിവിഷനുകൾ അങ്ങനെ ഉണ്ടാവും. എല്ലാ കുട്ടികളും ഏകദേശം ഒരുപോലെ വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ലാസ്സപ്പെട്ട ക്ലാസ്സാണ്. അപ്പോൾ അവർ എന്ത് പറഞ്ഞാലും അവർക്ക് പിന്നെ പഠിക്കേണ്ട വിഷയത്തിൽ അവർക്ക് ചില പരിമിതികളുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും അവർക്ക് കഴിയില്ല. അത് കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. പക്ഷേ നമ്മൾ ചില സംഗതികൾ ഇങ്ങനെ തൊട്ടുണർത്തി കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ആരുണ്ടാവുക, നമ്മൾ പഠിച്ച അറിവും ആ ജോലി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഉണർത്തിക്കൊണ്ട് പിന്നെ ഞങ്ങൾ 2-3 വർക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് അവർക്ക് വേഗം ക്യാച്ച് ചെയ്യാൻ കഴിയും. ഞാൻ വിളിച്ച് ആദ്യം തന്നെ കുറച്ച് പഠിപ്പിച്ച് പിന്നെ ഓരോട് ചീത്ത പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങളുണ്ട്, കാര്യമില്ലല്ലോ. അപ്പോൾ ആ രൂപത്തിലുണ്ടായൊരു അനുഭവം. അപ്പോൾ ഇമോഷൻസ് കുട്ടികൾക്കുണ്ട്. പക്ഷേ അതിൻ്റെതായ രൂപത്തിൽ നമുക്ക് സംസാരിച്ചാൽ അവരെ നമുക്ക് ശരിയായ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ പറയും എന്നാണ് എനിക്ക് ഇന്നലെ അനുഭവത്തിൽ നിന്ന് കിട്ടിയൊരു അനുഭവം. തീർച്ചയായിട്ടും നമ്മൾ പിന്നെ ഓരോ ആളുകളോട് പിന്നെ നിൽക്കുന്നതിനനുസരിച്ചിട്ടാണ്. അഥവാ മനസ്സിൽ എപ്പോഴും പാറക്കല്ലും ഉറച്ചൊരു മനസ്സുമായിട്ടല്ല ആരും നടക്കുന്നത്. എല്ലാവരുടെ മനസ്സിലും എന്തുണ്ട്, ഇമോഷനുകളുണ്ട്. അപ്പോൾ അതിനെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ മക്കളോട് ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ആ ഇമോഷൻസിനെ പിടിച്ചിട്ടായിരിക്കണം ഇടപെടേണ്ടത്. അഥവാ ഒരു കാലത്ത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, വാപ്പച്ചി ഉമ്മരത്തിരിക്കുമ്പോൾ മക്കൾ അടുക്കളയിലൂടെ പോകുന്നൊരു കാലഘട്ടം അല്ലേ. ഭർത്താവിനെ കൃത്യമായിട്ട് ഭർത്താവിനെ എപ്പോഴെങ്കിലും ഒരു കിട്ടാക്കനിയായിട്ട് എപ്പോഴെങ്കിലും കാണുന്നൊരു കാലഘട്ടം. അതൊന്നല്ല ഈ കാലഘട്ടം. ഇപ്പോൾ നമ്മൾ ആ പണ്ടത്തെ നമ്മളോട് എങ്ങനെയാണോ പെരുമാറിയത് ഉസ്താദുമാർ അല്ലെങ്കിൽ അധ്യാപകർ അതല്ലെങ്കിൽ ഉമ്മ ഉപ്പ അതുപോലെ പെരുമാറിക്കഴിഞ്ഞാൽ ഇന്ന് കുട്ടികളെ കിട്ടൂല. അതുകൊണ്ട് സ്നേഹം ഇങ്ങനെ വാരിക്കോരി ചൊരിഞ്ഞ് ചില ഭക്ഷണത്തളികളുടെ അല്ലേ പിന്നെ തീന്മേശയ്ക്ക് മുന്നിലിരിക്കുമ്പോൾ നമ്മൾ മക്കളോട് ചില കാര്യങ്ങൾ, കഥകൾ, ചരിത്രങ്ങൾ അത് എപ്പോഴും നമ്മൾ അതൊക്കെ എപ്പോഴാണ് പറയാം മക്കളോട്. നമ്മുടെ പണ്ടത്തെ അവർ നീ തെറ്റ് ചെയ്താലേ പറയാം, ഭക്ഷണം ഒന്ന് വേസ്റ്റാക്കി, ഇന്ന് വാരിസുമലി പറഞ്ഞ പോലെ ഭക്ഷണം ഒന്ന് വേസ്റ്റാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്കറിയോ ഞങ്ങൾ അന്ന് അങ്ങനെ ഇങ്ങനെ അപ്പോഴല്ല പറയേണ്ടത്. മറിച്ച് നമ്മൾ ചില കോണ്ടാക്ട്സുകൾ ഉണ്ടാക്കണം, എന്നിട്ട് നമ്മൾ അതിങ്ങനെ പറയണം. അപ്പോൾ അവർക്ക് ആ ഫീലിംഗ് അതിലൂടെ നമ്മൾ അവരുടെ മനസ്സിലേക്ക് ഇറങ്ങണം. അത് അധ്യാപകനാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും ഉപ്പയാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും എല്ലാവർക്കും കഴിയും. എല്ലാവർക്കും മനസ്സിലൊരു അതിൻ്റെ ഒരു ഫിത്തറത്ത് ഉണ്ടല്ലോ, അള്ളാഹ് നൽകിയൊരു ഫിത്തറത്ത്, അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ആ പിന്നെ കാര്യത്തിൽ ചേർത്ത് വെക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല മനസ്സിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റുകളിൽ നിന്ന് അകന്നിൽക്കാൻ, തിന്മകളിൽ പെടാതെ നമുക്ക് ഇരു ലോകത്തും കൺകുളിർമയുള്ള മക്കളാക്കി റഹ്മാനെ റബ്ബ് നമ്മുടെ മക്കളെ മാറ്റുമാറാകട്ടെ. ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് നമ്മളൊരു ചെറിയൊരു ഒരു ടാസ്ക് കൊടുക്കുകയാണ്. എല്ലാ ദിവസവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അല്ലേ മക്കളും നാട്ടിലുള്ള ആളുകൾ, വീട്ടിലുള്ള ആളുകൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഞാനടക്കം നമ്മുടെ ഫാമിലിയിലൊക്കെ അങ്ങനെ ചില സമയങ്ങളിലൊക്കെ കഴിയുന്നുള്ളൂ. ആദ്യമൊക്കെ സ്ഥിരമായിട്ട് ഇരിക്കാൻ പറ്റിയിരുന്നു. ഓരോരുത്തർക്കും ഓരോ സമയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആകുമ്പോൾ എന്നാലും ഒരു നേരെങ്കിലും നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ളൊരു ശ്രമം നടത്തേണ്ടതുണ്ട്. അല്ല, അതെ, സ്നേഹത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പം അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചാണ് കഴിക്കാറുള്ളത്. അങ്ങനെ കഴിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും തന്നിട്ട് പിന്നെ അവസാനം ബാക്കിയുള്ളത് കഴിക്കുന്ന ഉമ്മാനെ നമുക്ക് അവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും, രക്ഷപ്പെടുത്താൻ പറ്റും അല്ലേ. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ എല്ലാവർക്കും തുല്യമായിട്ട് വീതിക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ കൂടുതൽ കഴിക്കലല്ല ശരി, മറിച്ച് എല്ലാവർക്കും ഒരുപോലെ
ഇപ്പോൾ ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലിയിലൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഇത് കിട്ടുന്നുണ്ടോ എന്ന് പോലും പരസ്പരം അറിയണില്ല. വരുന്നവർക്കൊക്കെ ഉമ്മ എടുത്ത് കൊടുക്കും. അവസാനം ഉമ്മാക്ക് ചിലപ്പോൾ ചട്ടിയിലൊന്നും ബാക്കി ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണെന്ത്, നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും വാപ്പിയമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഓല തന്നെ മക്കൾക്ക്, അപ്പോൾ അവിടെ ഒരു ഷെയറിങ്ങിൻ്റെ ഒരു സ്വഭാവം വരും. ഇഷ്ടപ്പെട്ടത് എനിക്കിഷ്ടപ്പെട്ടത് മറ്റവനുക്കും ഇഷ്ടമുള്ളത് തന്നെയാണ്, അപ്പോൾ അവനും അത് കിട്ടണം എന്നുള്ളൊരു വിചാരം വരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗുണകരമായി മാറുന്ന പ്രവൃത്തികൾ കൂടി നമ്മൾ മനഃപൂർവ്വം ബോധപൂർവം കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.